ഞാനൊരു ചെറിയ ദൃശ്യം കാണിക്കാം. കേട്ടത് ഹിജാബ് തീരാത്ത വിവാദങ്ങൾ എന്നതിന്റെ ഭാഗം 1 സ്പോട്ട്ലൈറ്റിൽ. ഇത് ഒരു ദിവസം പീസ് റേഡിയോ മോർണിംഗ് ലൈവിനിടയിൽ തൃക്കലങ്ങോടുള്ള എൻ്റെ സുഹൃത്ത് ഇക്ബാൽ അദ്ദേഹം എനിക്ക് വാട്സാപ്പിൽ അയച്ചെന്നതാണ്. ഇപ്പോൾ രാവിലെ പണിസ്ഥലത്തേക്ക് പോയ അദ്ദേഹം പണിയുള്ള വീട്ടിൽ ചെന്നിങ്ങനെ നോക്കുമ്പോൾ തൊട്ടപ്പുറത്തെ മരമില്ലിൽ നിന്ന് എൻ്റെ ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പോയി നോക്കിയപ്പോൾ ആണിത് ഈ കാണുന്ന ദൃശ്യം. അവിടെ എന്താണ്, പീസ് റേഡിയോ അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരാണ്? സമൂഹത്തിലൊരു വ്യക്തി. മനസമാധാനത്തിനു വേണ്ടി, പഠിക്കാൻ വേണ്ടി, ആശ്വാസത്തിനു വേണ്ടി ഹിന്ദി പാട്ടൊക്കെ ഇടുന്നതിന് പകരം അദ്ദേഹം ഇതിട്ടിങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ പറയുന്നത്, ഇങ്ങനെ പഠനത്തിന്റെ സ്റ്റൈൽ തന്നെ പീസ് റേഡിയോ മാറ്റി. ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ സദസ്സിലേക്ക് ഓടിച്ചെന്ന് മാത്രം പഠിക്കാൻ പറ്റുന്നിടത്ത് നിന്ന് ഓടിച്ചെന്ന് പഠിക്കണം എന്ന ബോധ്യം കൊടുക്കുന്നതോടൊപ്പം വേസ്റ്റായി പോകുന്ന ടൈം മുഴുവൻ പഠിക്കാനും കേൾക്കാനുള്ളതാണ്. ഒരു ഹലാൽ എന്റർടൈൻമെന്റ് ഉണ്ട്, നിങ്ങൾ ഹറാം എന്റർടൈൻമെന്റിലേക്ക് പോകണ്ട എന്ന് പറയാനൊക്കെ പീസ് റേഡിയോക്ക് 10 കൊല്ലം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് ഇനിയും മുന്നോട്ട് പോകണം. വ്യത്യസ്തമായ കുറേ പദ്ധതികൾ, അലിജാബയിലെ ചോദ്യോത്തര സെഷനിലെ മുഴുവൻ ചോദ്യങ്ങളും ഒരു ക്ലിക്കിൽ ആളുകൾക്ക് ലഭ്യമാക്കാവുന്ന പദ്ധതി, ഉറുദു ഭാഷയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള മറ്റൊരു റേഡിയോ സംവിധാനം, വിവിധ പദ്ധതികൾ നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ ഒരു മാസം മുന്നോട്ട് പോകണമെങ്കിൽ വലിയ സാമ്പത്തിക ബാധ്യതയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ നിങ്ങൾ തരുന്ന ഒരു രൂപയാണെങ്കിലും അത് ഭയങ്കര ആവേശത്തിലാണ് നമ്മൾ വാങ്ങുക. അത് വെറുതെ പറയണമല്ല. അപ്പോൾ ഓരോരുത്തരും നിങ്ങൾ തരണം നല്ല പ്രാവശ്യം പറയണത്. ഒരുപാട് ആളുകൾ തന്നിട്ടുണ്ട്. സ്വസ്ഥമായി ഒരു വർഷം നമ്മൾ മുന്നോട്ട് പോകാറുണ്ട്. വലിയ എമൗണ്ട് അക്കൗണ്ടിൽ വെച്ച് മുന്നോട്ട് പോകാറുണ്ട്. ഇനിയിപ്പോൾ പുതിയ പദ്ധതികളിലേക്കൊക്കെ കടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ടാണ് സാധാരണ നമ്മൾ പീസ് റേഡിയോ വലിയ ബാധ്യതകളുണ്ടെന്നൊന്നും അങ്ങനെ പറയാറില്ല. അത് നടന്നു പോണ സ്ഥിതിക്ക്, ആളുകളോട് അങ്ങനെ പറയാതെ തന്നെ തരുന്ന സ്ഥിതിക്ക് ഇപ്പോൾ പുതിയ കുറച്ച് പദ്ധതികളിലേക്ക് കൂടി നമ്മൾ കടക്കുകയാണ്. മാത്രമല്ല, വേറെയും സ്റ്റുഡിയോ സംവിധാനങ്ങളിലേക്കൊക്കെ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ നല്ലൊരു ഓഹരി വേണം. നിങ്ങൾ തരണമെന്ന് മാത്രമല്ല, നിങ്ങളുടെ ഒരു സുഹൃത്ത് വല ഉണ്ടാകുമല്ലോ, അവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുത്തിട്ട് ഒരു വോയിസ് ഇടുക. നിങ്ങളതൊന്ന് സ്റ്റാറ്റസ് ആക്കുക. പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക. ഡൊണേറ്റ് ചെയ്യാൻ പീസ് റേഡിയോ വിൻഡോ യൂസ് ചെയ്യാം. അവിടെ ഡൊണേറ്റ് ബട്ടൺ ഉണ്ട്. അക്കൗണ്ട് നമ്പർ താഴെ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോയിൽ തന്നെ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഡൊണേറ്റ് ബട്ടൺ കിട്ടും. ഇങ്ങനെ വ്യത്യസ്ത രീതികളിൽ നിങ്ങൾക്ക് റേഡിയോക്ക് അയക്കാം. ജമീൽ മീഡിയ സ്കൂൾ സംവിധാനങ്ങൾ കൂടി നിങ്ങളെ മനസ്സിൽ നിയത്താക്കുക. എല്ലാറ്റിലൂടെയും ജാരിയായ പുണ്യങ്ങളാണ് എല്ലാ ദിവസവും സമൂഹത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ സംവിധാനങ്ങളുമായി സഹകരിക്കുക. ബാറകല്ലാഹു ഫീക്കും ജമിഅൻ.